നമസ്കാരം. മിഡിസ്റ്റവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സൗദിയിൽ നിതാഖത്തിന്റെ പുതിയ ഘട്ടം നടപ്പിലാക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടി. ഡിസംബർ 11 മുതൽ പ്രാബല്യത്തിൽ വരാനിരുന്ന സന്തുലിത നിതാഖത്ത് നീട്ടിവെച്ചത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച്. കുവൈത്തിൽ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 15ാം പാർലമെന്റിന്റെ പ്രഥമ സമ്മേളനം ഞായറാഴ്ച. പ്രധാനമന്ത്രിക്ക് പുറമെ 6 മന്ത്രിമാർ വീണ്ടും ക്യാബിനറ്റിലെത്തുമെന്ന് സൂചന. ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇ ഗേറ്റ് സേവനം പ്രവാസികൾക്ക് ഉടൻ സൗജന്യമായി ലഭിക്കും. നിലവിൽ സൗജന്യ സേവനം ലഭിക്കുന്നത് സ്വദേശികൾക്ക് മാത്രം. സേവനം ലഭ്യമായാൽ ഇമിഗ്രേഷൻ നടപടികൾക്കായുള്ള മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കാം. വിശദമായ വാർത്തകളിലേക്ക്. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന നിതാഖത്തിന്റെ പുതിയ ഘട്ടം നടപ്പിലാക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചു. ഡിസംബർ 11 മുതൽ പ്രാബല്യത്തിൽ വരാനിരുന്ന സന്തുലിത നിതാഖത്താണ് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നീട്ടിവെക്കുന്നതെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഡിസംബർ 11 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സന്തുലിത നിതാഖത്തിനെ പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റും സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശിവൽക്കരണത്തിന്റെ തോത് കണക്കാക്കുന്ന 5 മാനദണ്ഡങ്ങളും സെപ്റ്റംബർ മുതൽ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ സ്ഥാപന ഉടമകളുടെയും തൊഴിൽ രംഗത്തെ വിദഗ്ധരുടെയും അഭിപ്രായവും മന്ത്രാലയം ശേഖരിച്ചിരുന്നു. എന്നാൽ അവസാനഘട്ടത്തിൽ സ്ഥാപന ഉടമകളിൽ നിന്ന് ലഭിച്ച പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സന്തുലിത നിതാഖത്ത് നീട്ടിവെക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചത്. പരിഷ്കരണം എന്ന് നടപ്പാക്കുമെന്ന് പിന്നീട് അറിയിക്കുമെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മുഖ്യമായും 5 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സന്തുലിത നിതാഖത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ഇനം തിരിക്കുക. സ്വദേശിവൽക്കരണത്തിന്റെ തോത്, സ്വദേശികൾക്ക് നൽകുന്ന ശരാശരി വേതനം, തൊഴിലാളികളിൽ സ്ത്രീകളുടെ അനുപാതം, സ്വദേശികൾ ജോലിയിൽ തുടരുന്ന കാലദൈർഘ്യം, ഉന്നത ശമ്പളത്തിലും പദവിയിലുമുള്ള സ്വദേശികളുടെ കണക്ക് എന്നിവയാണ് പരിഗണിക്കുക. കഴിഞ്ഞ വാരം സ്ഥാനമൊഴിഞ്ഞ തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജൽ ഹക്കബാനിയാണ് മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രഖ്യാപനം നടത്തിയത്. തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇത്തരം പരിഗണനകൾ അനിവാര്യമാണെന്നായിരുന്നു മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. സൗദികളുടെ എണ്ണം പൂർത്തിയാക്കുന്നത് കൊണ്ട് മാത്രം സ്വദേശിവൽക്കരണത്തിന്റെ ലക്ഷ്യം നേടാനാവില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്. കൂടുതൽ വിവരങ്ങളുമായി റിയാദിൽ നിന്നും റബീഖ് മുഹമ്മദ് ചേരുന്നു. റബീഖ്, പുതിയ നിതാഖത്തിന്റെ അടുത്ത ഘട്ടം നടപ്പിലാക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഗുണകരമാകില്ലേ? ഏത് സാഹചര്യത്തിലാണ് സൗദി തൊഴിൽ മന്ത്രാലയം ഇത്തരമൊരു തീരുമാനമെടുത്തത്? അഞ്ചിത, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി സൗദി തൊഴിൽ മന്ത്രാലയം സൗദിയിലെ തൊഴിൽ വിപണി ഈ സ്വദേശികൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി നിതാഖത്ത് പദ്ധതി പ്രകാരം കൂടുതൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ ലഭിച്ചിരുന്നു. ഏറ്റവും അവസാനം 2013 നടപ്പിലാക്കിയ വിവിധ മേഖലകളിലെ സ്വദേശി അനുപാതത്തിലുണ്ടായ ഉയർച്ചയും അതുപോലെ തന്നെ അതിനുശേഷം ചില മേഖലകളിൽ സമ്പൂർണ്ണമായി സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയത് മൂലം നിരവധി സ്വദേശികൾക്ക് തൊഴിൽ ലഭിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വിദേശികളുടെ തൊഴിൽ മേഖലയിൽ ചില ക്രമീകരണങ്ങൾ ഉണ്ടാവുകയും ഏതൊക്കെ മേഖലയിലാണ് വിദേശികൾ ജോലി ചെയ്യുന്നത് എന്നുള്ള വളരെ കൃത്യമായ രേഖകൾ ഉണ്ടാവുകയും ചെയ്തു. അതേസമയം നിരവധി വിദേശികളായ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഏറ്റവും അവസാനമായി ഇപ്പോൾ പുതിയ നിതാഖത്തിന്റെ 3ാം ഘട്ടമായി സൗദി തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത് ഈ നിതാഖത്തിൽ കാര്യമായും കൂടുതൽ വിദേശികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുക എന്നതിലുപരി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നല്ല ജോലികൾ, ഉയർന്ന ശമ്പളമുള്ള ജോലികൾ സ്വദേശികൾക്കായി സംവരണം ചെയ്യുക, അതോടൊപ്പം തന്നെ കൂടുതൽ വനിതകൾക്ക്, സൗദി വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി സൗദി തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ 6 മാസത്തോളമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഏറ്റവും അവസാനം കഴിഞ്ഞ വാരം സ്ഥാനം കഴിഞ്ഞ തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജൽ ഹക്കബാനി ഇതുമായി ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും സൗദി ഈ സ്വകാര്യ മേഖലയിലെ കമ്പനികളിൽ നിന്നും അതോടൊപ്പം തന്നെ ചേംബർ ഓഫ് കൊമേഴ്സുകളുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഈ വിഷയത്തിൽ തങ്ങളുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന നിതാഖത്തിന്റെ പുതിയ ഘട്ടം നടപ്പിലാക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. വിവരങ്ങളാണ് റിയാദിൽ നിന്നും റബീഖ് മുഹമ്മദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കുവൈത്തിൽ 15ാം പാർലമെന്റിന്റെ പ്രഥമ സമ്മേളനം ഞായറാഴ്ച 11-ന് നടക്കാനിരിക്കെ മന്ത്രിസഭാംഗങ്ങൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് അൽ സബായിന് പുറമെ പഴയ മന്ത്രിസഭയിലെ 6 മന്ത്രിമാർ വീണ്ടും ക്യാബിനറ്റിൽ എത്തുമെന്നാണ് സൂചനകൾ.
തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നയുടൻ പ്രധാനമന്ത്രി രാജി സമർപ്പിച്ചിരുന്നെങ്കിലും വീണ്ടും ക്യാബിനറ്റിന് നേതൃത്വം നൽകാനും പുതിയ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളെ കണ്ടെത്താനും അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സബാഹ് നിർദ്ദേശിക്കുകയായിരുന്നു. നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളാരൊക്കെയാണെന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിദേശകാര്യം, ആഭ്യന്തരം, പ്രതിരോധം, വാർത്താവിതരണ, യുവജനകാര്യം, തൊഴിൽ, സാമൂഹ്യക്ഷേമം തുടങ്ങിയ വകുപ്പുകളിൽ നിലവിലെ മന്ത്രിമാർ തുടരാനാണ് സാധ്യത. പെട്രോളിയം, നീതിന്യായം, മതകാര്യം, മുനിസിപ്പാലിറ്റി, വാണിജ്യം, ആരോഗ്യം എന്നീ വകുപ്പുകളിൽ നേതൃമാറ്റമുണ്ടാകുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്ത ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെന്റിന് പുതിയ മന്ത്രിസഭയിൽ ഇടം ലഭിച്ചേക്കാനുള്ള സാധ്യതയും നിരീക്ഷകർ മുന്നോട്ടുവെക്കുന്നു. അതിനിടെ ധനകാര്യമന്ത്രി അനസ് അൽ സ്വാലിഹിനെ പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുതെന്ന് ഇസ്ലാമിസ്റ്റ് എംപിയായ വലീദ് അൽ തബ്തബായി ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിൽ പരാജയപ്പെട്ടയാൾ മന്ത്രിസഭയിൽ തിരിച്ചെത്തുന്നത് സർക്കാരും പാർലമെന്റും തമ്മിൽ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് തബ്തബായി മുന്നറിയിപ്പ് നൽകി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ജനവിരുദ്ധ നയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരുപോലെ മത്സരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഷാർജയിൽ കോൺഗ്രസ് അനുഭവ പ്രവാസി കലാ സാംസ്കാരിക സംഘടനയായ ഇൻകാസിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തൊരു ഗവൺമെന്റിന് നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ചും പിണറായി വിജയൻ അരി പിൻവലിച്ചുമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു. ഇരുവരുടെയും പരിഷ്കരണ നടപടികൾക്ക് വിലയൊടുക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പക്ഷേ തുഗ്ലക്കിന് മനസ്സിലായപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ടു. നരേന്ദ്രമോദിക്ക് ഇത് മനസ്സിലായിട്ടും അദ്ദേഹം ഇത് തിരിച്ചുകൊണ്ടുന്നില്ല. അബദ്ധം ബോധ്യമായിട്ടും നടപടി പിൻവലിക്കാൻ ഇരുകൂട്ടരും തയ്യാറാകുന്നില്ലെന്നും ചെന്നിത്തല പരിഹസിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൺവെൻഷനിൽ മുഖ്യാതിഥിയായിരുന്നു. വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ കൺവെൻഷനിൽ സംബന്ധിച്ചു. ഇൻഗാസ് UAE പ്രസിഡന്റ് മഹാദേവൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, ഇൻഗാസ് UAE ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി, കുവൈത്ത് ഘടകം പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങര, UAE വൈസ് പ്രസിഡന്റ് NP രാമചന്ദ്രൻ, ഇൻഗാസ് ഷാർജ പ്രസിഡന്റ് അബ്രഹാം ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിക്കൊപ്പം രമേശ് ചെന്നിത്തലയും പ്രവാസവേദിയിൽ ഒന്നിച്ചെത്തിയത് ഇൻഗാസ് പ്രവർത്തകരിൽ വലിയ ആവേശം തന്നെയാണ് സൃഷ്ടിച്ചത്. മീഡിയ 1, ഷാർജ. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അഭയാർത്ഥി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് ഖത്തർ പിന്തുണ പ്രഖ്യാപിച്ചു. UN അഭയാർത്ഥി സംരക്ഷണ സമിതി വാർഷിക യോഗത്തിലാണ് ഖത്തർ പ്രതിനിധി അബ്ദുള്ള ഖലീഫ അസുവൈദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പുകളിലായി ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ ദുരിതം കുറയ്ക്കുന്നതിനുള്ള നീക്കമാണ് പ്രാഥമികമായി നടക്കേണ്ടത്. ഇതിനുവേണ്ട നടപടികൾ ആസൂത്രിതമായി നടത്തണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. ഏക സിവിൽ കോഡ് പ്രായോഗികമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഒരു മതവിഭാഗത്തിന്റെ വ്യക്തി നിയമം രാജ്യത്തിന്റെ നിയമമാക്കി മാറ്റുന്നത് ഫാസിസമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഒരു മതവിഭാഗത്തിന്റെ വ്യക്തി നിയമം അത് രാജ്യത്തിന്റെ വ്യക്തി നിയമമായി മാറ്റാനുള്ള നീക്കം ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണക്രമത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള അവകാശം. പ്രവാസികൾക്ക് ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഗേറ്റ് സേവനം സൗജന്യമായി ഉടൻ ലഭിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിലെ എയർപോർട്ട് പാസ്പോർട്ട് വകുപ്പ് ഡയറക്ടർ കേണൽ മുഹമ്മദ് റാഷിദ് അൽ മസ്രൂയിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ സ്വദേശി പൗരന്മാർക്ക് മാത്രമാണ് ഗേറ്റ് സേവനം സൗജന്യമായി ലഭിക്കുന്നത്. എന്നാൽ പ്രവാസികൾക്കും ഗേറ്റ് സേവനം ലഭിക്കുന്നതോടെ മണിക്കൂറുകളോളം ഇമിഗ്രേഷൻ സേവനങ്ങൾക്കായി കാത്തുനിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. ഗേറ്റ് സേവനത്തിലൂടെ ചെക്ക് ഇൻ, ചെക്ക് ഔട്ട് നടപടികൾ 16 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വിമാനത്താവളത്തിൽ ഗേറ്റ് സംവിധാനം സ്ഥാപിച്ചത്. ഇതുവരെ 60,000-ഓളം പേരാണ് ഈ സംവിധാനം ഉപയോഗിച്ചത്. യാത്രക്കാരുടെ വരവും മടങ്ങലും ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ ദേശീയ ദർശന രേഖ 2030ന്റെ ചുവടുപിടിച്ചാണ് ഈ പരിപാടികൾ. ഖത്തർ ID ഉപയോഗിച്ചാണ് ഗേറ്റിന്റെ സേവനം ലഭ്യമാക്കുക. ഗേറ്റിലെത്തുന്ന യാത്രക്കാരൻ ഗേറ്റ് കാർഡ് ഗേറ്റിൽ പഞ്ച് ചെയ്യുകയും ഇലക്ട്രോണിക് സ്കാനറിൽ ചൂണ്ടുവിരൽ പ്രസ് ചെയ്യുകയും വേണം. തുടർന്ന് ഗേറ്റിനുള്ളിൽ പ്രവേശനം ലഭിക്കും. ഗേറ്റിനുള്ളിലെ ക്യാമറയിൽ ഫോട്ടോ പതിയുന്നതോടെ ഇമിഗ്രേഷൻ നടപടികൾ അവസാനിക്കുകയും ചെയ്യും. ഇതിന് 1 മിനിറ്റാണ് പരമാവധി സമയം. 16 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഗേറ്റ് സേവനമെങ്കിലും 18 വയസ്സിന് താഴെയുള്ളവർക്ക് രക്ഷിതാക്കളുടെ അനുമതിയോടെ ഈ സൗകര്യം ഉപയോഗിക്കാം. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ശ്രീലങ്കൻ വനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വന്യമൃഗങ്ങളെ ക്യാമറയിൽ പകർത്തിയ ദിനേശ് ടെക്കർ ഒമാനിന്റെ സൗന്ദര്യവും ഒപ്പിയെടുക്കുന്നു. സലാല, സൂർ, ഖുറിയാത്ത്, ജബൽ അക്തർ, ജബൽ ഷംസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഒമാനിനെ ദിനേശ് ചിത്രങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നത്. ചിത്രങ്ങൾക്ക് പുറമെ മത്രാസുഖിനെക്കുറിച്ചും ഖുറിയാത്ത് ഡാമിനെക്കുറിച്ചും ഡോക്യുമെന്ററിയും തയ്യാറാക്കിയിട്ടുണ്ട്.
ശൈത്യകാലമാണ് ഒമാനിൽ ഫോട്ടോകൾ പകർത്താൻ നല്ല സമയമെന്നാണ് ദിനേശിന്റെ അഭിപ്രായം. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ മേഘങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. ഒമാന്റെ ആകാശം വർഷത്തിൽ കുറഞ്ഞ കാലം മാത്രമേ മേഘാവൃതമാകാറുള്ളൂ. ഒമാനിലെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ ഇത് വലിയ വെല്ലുവിളിയാണ്. അത്യപൂർവ പുലിവർഗ്ഗങ്ങളുടെ മണ്ണാണ് ഒമാനെന്നും ലോകത്തെ മറ്റു പലയിടങ്ങളിലും വംശനാശം സംഭവിച്ച പുലികളെ ദോഫാർ മേഖലയിൽ കാണാനാകുമെന്നും അദ്ദേഹം പറയുന്നു. Oman has beautiful shades of brown in mountains, and also I travelled Salalah in Kharif season, which was greenery. And when I came to Oman, I noticed a beautiful thing about leopards. There's a very special rare leopard species called Arabian leopards in Oman. 15 വയസ്സ് മുതൽ ക്യാമറ ഉപയോഗിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫോട്ടോകൾ ദേശീയ അന്തർദേശീയ എക്സിബിഷനുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒമാനിൽ കൂടുതൽ യാത്ര ചെയ്യാനും ഒമാന്റെ പ്രകൃതി സംരക്ഷണ പദ്ധതികളിൽ പങ്കെടുക്കാനും പദ്ധതിയുള്ളതായി അദ്ദേഹം അറിയിച്ചു. വന്യജീവികളെക്കുറിച്ച് 120ലധികം ഡോക്യുമെന്ററികൾ തയ്യാറാക്കിയ ദിനേശ് ശ്രീലങ്കയിലെ ഉയരം കൂടിയ 10 പർവ്വതങ്ങൾ കയറിയ അപൂർവം പേരിൽ ഒരാളാണ്. മീഡിയ 1 മസ്കത്ത്. റാസൽ ഖൈമയിൽ ബിസിനസ് തകർന്ന് കടക്കണിയിലകപ്പെട്ട മൂസക്കുട്ടിയെ രക്ഷിക്കാൻ സന്നദ്ധ സംഘടനകളും വ്യക്തികളും രംഗത്ത്. സ്പോൺസറുമായി സംസാരിച്ച് നൽകാനുള്ള തുകയിൽ ഇളവ് വാങ്ങിയ മൂസക്കുട്ടിയെ വൈകാതെ നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സന്നദ്ധ സംഘടനകൾ. ഗൾഫിലും ആഫ്രിക്കയിലുമായി 18 ബ്രാഞ്ചുകളും സഹോദര സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന മിഡിൽ ഈസ്റ്റ് ട്രേഡിംഗിന്റെ മാനേജിംഗ് പാർട്ട്ണറായിരുന്നു മൂസക്കുട്ടി. എന്നാൽ സ്പോൺസർ നൽകിയ പരാതിയെ തുടർന്ന് ജീവിതവും ആരോഗ്യവും വരെ നഷ്ടപ്പെട്ട മൂസക്കുട്ടിയുടെ ജീവിതം വീക്കെൻഡ് അറേബ്യയിലൂടെയാണ് പുറംലോകമറിഞ്ഞത്. അതോടെ ഇദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി വ്യക്തികളും കൂട്ടായ്മകളുമാണ് രംഗത്ത് വന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഇടപെടലും ഈ രംഗത്ത് സജീവമാണ്. അദ്ദേഹത്തെ ഇവിടുന്ന് എങ്ങനെയും കയറ്റിവിടണം. അത്രയേറെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രസിഡന്റ് റിലീഫ് ഫണ്ടിലേക്ക് നമ്മുടെ അസോസിയേഷൻ്റെ അക്കൗണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനുപരി വ്യവസായ പ്രമുഖരായ ആളുകൾ പക്ഷാഘാതം തളർത്തിയതിനാൽ സംസാരിക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് മൂസക്കുട്ടി. രേഖകൾ പ്രകാരം കമ്പനിയുടെ 51% ഉടമസ്ഥതയുള്ള സ്പോൺസർ നൽകിയ കേസാണ് മൂസക്കുട്ടിക്ക് ദുരിതമായത്. സ്പോൺസറുമായുള്ള അവകാശ തർക്കം കോടതി കയറിയതോടെ പിന്നിട്ട 11 വർഷമായി മൂസക്കുട്ടി നാട്ടിൽ പോയിട്ട്. 15 ലക്ഷം ദിർഹം നൽകാതെ യാത്രാവിലക്ക് നീക്കാനാവില്ലെന്നായിരുന്നു സ്പോൺസറുടെ നിലപാട്. എന്നാൽ സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ മുഖേന സ്പോൺസർ അനുരഞ്ജനത്തിന് തയ്യാറായതും പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഒരു 5 ലക്ഷം ദിർഹം എങ്ങനെയും പിരിച്ചെടുത്തുകൊണ്ട് ആ ആളിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് പിൻവലിപ്പിച്ച് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ജാനുവരി ഒരു പകുതി ആകുമ്പോഴെങ്കിലും അദ്ദേഹത്തെ നാട്ടിലെത്തിക്കണം. ഏതായാലും വൈകാതെ നാടണയാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് മൂസക്കുട്ടി ഇപ്പോൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. മീഡിയ 1 ദുബൈ. യുഎഇയിൽ ശൈത്യകാലം തുടങ്ങിയതോടെ മരുഭൂമിയിൽ ടെന്റ് കെട്ടി രാപ്പാർക്കുന്ന സ്വദേശി കുടുംബങ്ങൾ നിരവധി. കാലാവസ്ഥയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ താൽപര്യമെടുക്കുകയാണ്. വിറകടുപ്പിൽ തീ കാഞ്ഞുകൊണ്ട് തണുപ്പിന്റെ രാവുകളെ സജീവമാക്കി മാറ്റുകയാണ് അജ്മാനിലെയും മറ്റും നിരവധി സ്വദേശി കുടുംബങ്ങൾ. ഇവർക്കൊപ്പം മരുഭൂമി തേടിയെത്തുന്ന മറ്റു ദേശക്കാരും കുറവല്ല. ചില മലയാളി കൂട്ടായ്മകളും തങ്ങളുടെ ഒത്തുചേരലിനുള്ള വേദിയായി ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുകയാണ്. പ്രാദേശിക കൂട്ടായ്മകളും അവസരം പ്രയോജനപ്പെടുത്താൻ രംഗത്തുണ്ട്. വിറകടുപ്പിലെ തീ നൽകുന്ന സുഖത്തിൽ സൊറ പറഞ്ഞും ഭക്ഷണം പാകം ചെയ്തും രാവുകളെ സമ്പന്നമാക്കി മാറ്റുകയാണ് പലരും. ചുട്ടെടുക്കാനുള്ള മാംസം ഉൾപ്പെടെ എല്ലാം ഒരുക്കിയാണ് കുടുംബങ്ങൾ മരുഭൂമി തേടിയെത്തുന്നത്. പാകിസ്ഥാനികൾ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് വരെ കൊണ്ടുവരുന്നു. വാഹനത്തിന്റെ പിന്നിൽ പ്രത്യേകമായി ഘടിപ്പിച്ച കാരിയറുകളിലാണ് ഭക്ഷ്യോൽപ്പന്നങ്ങളും മറ്റും എത്തിക്കുന്നത്. മരുഭൂമിയിൽ പായ വിരിച്ച് വട്ടമിരുന്ന് ദീർഘനേരം സൊറപ്പറയിൽ തന്നെ പലരുടെയും പ്രധാന വിനോദം. ഈ ഒത്തുചേരലുകൾ മിക്കവാറും പാതിരാത്രി വരെ നീളും. ശൈത്യകാലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ ഒഴിവാക്കി ഇത്തരം മരുഭൂമിയിൽ വിരുന്ന് സൽക്കാരം ഒരുക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പോലും രംഗത്തുണ്ട്. ഇവരെ മുന്നിൽ കണ്ട് സൗകര്യമൊരുക്കാൻ ഇവന്റ്സ് മാനേജ്മെന്റ് കമ്പനികളും ധാരാളം. ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ എമിറേറ്റ്സ് റോഡിന് ചേർന്നുള്ള മരുഭൂമിയിലാണ് ഇത്തരം കാഴ്ചകൾ കൂടുതലും. മുനവർ വളാഞ്ചേരി, മീഡിയ 1 അജ്മാൻ. ഒഹായോയിൽ വെടിയേറ്റ് മരിച്ച ഇമാറാത്തി വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥനയുമായി രാജ്യം. ഹഡ്സൺ സിറ്റി പോലീസിന്റെ വെടിവയ്പിൽ മരിച്ച സാഫ് നാസർ മുബാറക് അൽ അമീരിയുടെ അബുദാബിയിലെ അൽ ഷവാമേക് മേഖലയിലെ വീട്ടിൽ അനുശോചനം അറിയിക്കാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. ഞായറാഴ്ച കൊല്ലപ്പെട്ട സൈഫിന്റെ മൃതദേഹം വ്യാഴാഴ്ച രാത്രിയാണ് അൽ ബത്തീൻ എയർപോർട്ടിൽ എത്തിച്ചത്. ജുമുഅ നമസ്കാര ശേഷം ബനിയാസിലെ റവാഷീദ് പള്ളിയിൽ നടന്ന മയ്യിത്ത് നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും നിരവധി പേരുണ്ടായിരുന്നു.
ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക വകുപ്പ് മേധാവിയായി പ്രമുഖ ഖത്തരി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മുറൈഖിയെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ നിശ്ചയിച്ചു. മാനുഷിക വിഷയങ്ങളിൽ ഖത്തർ സ്വീകരിച്ചു വരുന്ന ഏറ്റവും സ്തുത്യർഹമായ സേവനങ്ങൾ പരിഗണിച്ചാണ് അഹമ്മദ് മിറൈഖിയെ ഈ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചതെന്ന് ബാൻ കി മൂൺ അറിയിച്ചു. ഖത്തറിൽ ഗവൺമെന്റ് തലത്തിൽ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത വ്യക്തി കൂടിയാണ് ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മുറൈഖി. പ്രവാസികളിലെ സാമ്പത്തിക ഭദ്രത എന്ന വിഷയത്തിൽ ഖത്തറിലെ മശാക്കിൽ മലയാളി കൂട്ടായ്മയുടെ സഹകരണത്തോടെ കൾച്ചറൽ ഫോറം മലപ്പുറം ജില്ലാ കമ്മിറ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ന്യൂഐജയിലെ കൾച്ചറൽ ഫോറം ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ റജായി മേലാറ്റൂർ പ്രവാസി ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചു. അബ്ദുൽ ഖാദർ സംസാരിച്ചു. നോർക്ക രജിസ്ട്രേഷൻ ഫോറം കൾച്ചറൽ ഫോറം ജില്ലാ പ്രസിഡന്റ് ഏറ്റുവാങ്ങി. പൂരിപ്പിച്ച മശാക്കിൽ മലയാളി കൂട്ടായ്മയിലെ അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സഫലമാകണം ഈ പ്രവാസം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലാ പ്രവാസി കൂട്ടായ്മ പൈതൃകം 8ാം വാർഷികം ദൃശ്യം 2016 എന്ന പേരിൽ നടന്നു. കഴിഞ്ഞ 7 വർഷമായി പൈതൃകം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും ഇതര സംഘടനകൾക്ക് മാതൃകയാണെന്ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ പറഞ്ഞു. പൈതൃകം കലാവേദിയുടെ കീഴിൽ വിവിധ പരിപാടികളും നടന്നു. ചടങ്ങിൽ 2ാമത് സഫി അജിത് സ്മാരക അവാർഡ് അഹമ്മദ് പുളിക്കലിനും പ്രഥമ പൈതൃകം സാംസ്കാരിക അവാർഡ് ജോൺസൺ കീപ്പള്ളിക്കും നൽകി. പ്രവാസി എഴുത്തുകാരായ ഡോക്ടർ ടെസ്സി റോണി, അലി കളത്തിങ്ങൽ, സോഫിയ ഷാജഹാൻ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. യാത്രക്കാരന് രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് റിയാദ് മുംബൈ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ബഹ്റൈനിൽ ഇറക്കി. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ദേവരാജനാണ് അസ്വസ്ഥതയുണ്ടായത്. വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസിൽ ഇദ്ദേഹത്തെ ഹമദ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെത്തിച്ചു. ഖത്തർ കലാ പൈതൃക സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച 27ാമത് അന്താരാഷ്ട്ര പുസ്തകമേള നാളെ സമാപിക്കും. 100-ലധികം രാജ്യങ്ങളിൽ നിന്നായി 400-ൽ പരം പ്രസാധകരാണ് മേളയിൽ പങ്കെടുത്തത്. ഇത്തവണ പതിവിന് വിപരീതമായി കുട്ടികൾക്ക് വേണ്ടിയുള്ള 90-ലധികം പ്രസിദ്ധീകരണ ആലയങ്ങളാണ് പുസ്തകമേളയ്ക്കെത്തിയത്. വൈകുന്നേരങ്ങളിൽ സംഘടിപ്പിച്ച സാംസ്കാരിക വിരുന്ന് ശ്രദ്ധേയമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണമായ IPH ഇത്തവണയും വിപുലമായ ഗ്രന്ഥശേഖരവുമായാണ് മേളയ്ക്കെത്തിയത്. IPHന് പുറമെ യുവത ബുക്സ് ഇത്തവണ മേളയിൽ പങ്കെടുത്തു. ഇതോടെ മിഡിയ ചവറയുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.